ഇവിടെ 2025 മാത്സിൻ്റെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ LPP എന്ന് പറയുന്ന ലാബാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബൗണ്ടഡ് കേസും ഒരു അൺബൗണ്ടഡ് കേസും. അപ്പം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് മിക്കവാറും ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു ബൗണ്ടഡ് ക്വസ്റ്റ്യനും ഒരു അൺബൗണ്ടഡ് ക്വസ്റ്റ്യനും അങ്ങനെ ആയിരിക്കാം. അപ്പം ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ തിയറിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ടേബിൾ വരച്ച് കോർണർ പോയിൻറ്റ്സ് എഴുതി ഇസഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. അൺബൗണ്ടഡ് കേസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൺക്ലൂഷൻ കണ്ടുപിടിച്ച് എഴുതും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിങ് ജിയോജിബ്ര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമൈസ് ആൻഡ് മിനിമൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 4x + 3y സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമൈസ് ആൻഡ് മിനിമൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻ്റ് ഇതാണ്. ഈ കൺസ്ട്രെയിൻസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് x + 3y ≤ 9 and 2x + 5 ≤ 8 and ഇത് സെപ്പറേറ്റ് ആയിട്ട് x > (0 and y > (0). അപ്പം ഇത് ഒറ്റ ലൈനായിട്ടാണ് നമ്മൾ ജിയോജിബ്രയ്ക്കകത്ത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജിയോജിബ്രയ്ക്കകത്ത് നമുക്ക് കൺസ്ട്രെയിൻസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കാനായിട്ട് കൺട്രോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻസ് x + 3y less than or equal to 9 and 2x + y less than or equal to 8 and x greater than or equal to 0 and y greater than or equal to 0. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇനി ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. അതിനായിട്ട് കോർണർ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അതിനകത്ത് ഈ നമ്പർ ഓഫ് കോർണേഴ്സിന് പകരം നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ പേര് സ്മോൾ ലെറ്റർ എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 4 കോർണർ പോയിൻറ്റ്സ് കിട്ടി. ഈ ബൗണ്ടറിയിൽ വരുന്ന ഈ പോയിൻറ്റ്സിനെയാണ് കോർണർ പോയിൻറ്റ്സ്. വേർട്ടിസസ് പോലെ നിൽക്കുന്ന ഈ പോയിൻറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ലൈൻസിന് ഇൻ്റർസെക്ഷനായിട്ട് നിൽക്കുന്ന ഈ പോയിൻറ്റ്സിനെയാണ് നമ്മൾ കോർണർ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫീസിബിൾ റീജിയൻ്റെ ബൗണ്ടറിയിൽ വരുന്നത് 4 പേരാണ്. ആ 4 പേരെ മാത്രം ഇവിടെ എടുക്കാം. എ, ബി, സിയും ഡിയും ഇല്ല, ഇയും എഫും. ഇവരാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ്. ഇനിയും നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇത് ഒരു ബൗണ്ടഡ് കേസ് ആയതുകൊണ്ട് നമ്മളിതുപോലെ ടേബിൾ വരച്ച് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് 4 കിട്ടിയത് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ എനിക്ക് A32 ആണ്, പക്ഷെ ഞാനിവിടെ ആൻസറിൽ A00 ആയിട്ടാണ് എഴുതിയത്. ഇവിടെ F ആണ് 00. അപ്പോൾ ആ പേര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ പേരെന്താണോ കിട്ടുന്നത് ആ പേര് ഇതുപോലെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ 00, ഇപ്പോൾ എക്സിൻ്റെ വില 0, വൈയുടെ വാല്യൂ 0, 40 x 4 y 0, 32 ആകുമ്പോൾ x 3 y 2, ഇവിടെ x 0 y 3. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണം. ഇനി ഇവിടെ ചോദ്യത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z = 4x + 3y. ഇസഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ കോർണർ പോയിൻറ്റ്സിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ z = 4x + 3y എന്ന് എഴുതി. ഇസഡിൻ്റെ അകത്ത് 4ൻ്റെ കൂടെ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 4 × 0 + 3 × 0 = 0 എന്ന് കിട്ടും. ഇനിയും എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 0ഉം കൊടുക്കുമ്പോൾ 4 × 4 + 3 × 0 = 16 എന്ന് കിട്ടും. ഇനി 3ഉം 2 ഇട്ട് കൊടുക്കുമ്പോൾ 4 × 3 + 3 × 2 = 18 എന്ന് കിട്ടും. 4 × 0 + 3 × 3 = 9 എന്ന് കിട്ടും. അപ്പോൾ ഈ 4 വാല്യൂസിൻ്റെ അകത്ത് മിനിമം വരുന്നത് 0ഉം മാക്സിമം വരുന്നത് 18ഉമാണ്. അപ്പോൾ മാക്സിമം = 18 ആൻഡ് മിനിമം = 0. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. (2025) ക്വസ്റ്റ്യനാണിത്. അതിന് മുൻപ് 2024 ഇതുപോലൊരു അൺബൗണ്ടഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z = 3x - 5 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് x + 2y greater than or equal to 10, 2x - 5 less than or equal to 0, 5x - 5 less than or equal to 15, x, y greater than or equal to 0. അപ്പം ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇൻപുട്ട് ചെയ്ത് നോക്കാം. ന്യൂ വിൻഡോ എടുത്തു, കൺട്രോൾ M എടുത്തു. ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്
എക്സ് പ്ലസ് x plus 2y greater than or equal to 10 and 2x minus y less than or equal to 0 and 5x minus y less than or equal to 15 and x greater than or equal to 0 and y greater than or equal to 0. x plus 2y greater than or equal to 10, 2x minus y less than or equal to 0, 5x minus y less than or equal to 15, x greater than or equal to 0, y greater than or equal to 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു അൺബൗണ്ടഡ് കേസ് ആണ് എന്നുള്ളത് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇതിന് നമുക്കൊരു ബൗണ്ടറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീസിബിൾ റീജിയനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ നമുക്ക് കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ അൺബൗണ്ടഡ് കേസ് ആണ് എങ്കിൽ നമുക്ക് ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും. കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ, നമ്മൾ ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്തു. ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം -10 മാക്സിമം 100 ആൻഡ് ഇൻക്രിമെൻറ്റ് 1. അപ്പം ഇവിടെ മിനിമം -10 മാക്സിമം 100 ഇൻക്രിമെൻറ്റ് 1 ഉള്ള സ്ലൈഡർ സി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇൻക്രിമെൻറ്റ് നമുക്ക് 0.01 കൊടുത്ത് ചെയ്യാതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം മിനിമം -10 മാക്സിമം 100. ഇത് ക്ലോസ് ചെയ്തേക്കാം. സ്ലൈഡർ സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ സ്മോൾ ലെറ്റർ സി ആണ്. മിനിമം -10 മാക്സിമം 100 ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, ഈ LPPക്കകത്ത് നമുക്ക് ഈ സ്ലൈഡർ നമ്മുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്ലൈഡറിന് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ലൈൻ 3x - y = c. ഇവിടെ z = 3x - y ആണെന്നറിയാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു ലൈനായിട്ട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3x - y = c ആണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ z ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സിയുടെ വാല്യൂസ് ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലൈന് 3x - y = c. ഇനി നൗ യൂസ് ദ ലൈൻ ടു ഫൈൻഡ് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഈ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, ഉണ്ട് എങ്കിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലൈൻ 3x - y = c. 3x - y = സ്മോൾ ലെറ്റർ സി. ഇപ്പോൾ സ്ലൈഡർ സ്മോൾ ലെറ്റർ സിക്കാണ്. ഇപ്പോൾ സ്മോൾ ലെറ്റർ സി തന്നെ വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ലൈൻ ഇവിടെ കിട്ടും. ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം. ഇത് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഈ സ്ലൈഡർ ഇവിടെ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 100-ലാണ് കിടക്കുന്നത്. ഈ 100-ൽ നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ലൈൻ ടച്ച് ചെയ്യുന്നില്ല. എത്ര സൂം ചെയ്താലും നമ്മുടെ ലൈന് അവിടെ ടച്ച് ചെയ്യുന്നില്ല സ്ലൈഡറിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുമ്പോൾ. അപ്പോൾ നിങ്ങളത് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കി. ഇനി കൺട്രോളും കൊടുത്ത് നമുക്ക് പഴയപടിയാക്കാം. ജസ്റ്റ് ഒരു
ചെറുതായിട്ടൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ലൈൻ ഫീസിബിൾ റീജിയനിൽ ടച്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് ടച്ച് ചെയ്യാത്ത ലൈൻ ഇങ്ങനെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ നമുക്ക് ലൈന് ഫീസിബിൾ റീജിയൻ്റെ അകത്ത് ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്, ഇസൻ്റെ വാല്യൂസായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കുറഞ്ഞ് 80 ആയി, ഇങ്ങനെ കുറഞ്ഞ് ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഫസ്റ്റ് കോർണർ പോയിന്റിൽ വന്നപ്പം 4.85 ആണ് ആൻസർ കാണിക്കുന്നത്. 4.85 സൂം ചെയ്യാതെ നോക്കുകയാണെങ്കിൽ 5.4. നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് 4 ആരോസ് ഉണ്ട്, മുകളിലേക്കും താഴേക്കും ലെഫ്റ്റിലും റൈറ്റിലേക്കും. ആ ആരോയുടെ ലെഫ്റ്റിൽ ഉള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പതുക്കെ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് കോർണർ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ സ്ലൈഡറിൽ കാണിക്കുന്ന വാല്യൂ 5.05 ആണ്. അപ്പോൾ ഈ 5.05 ആണ് ആദ്യമായിട്ട് ലൈന് ഫീസിബിൾ റീജിയനിൽ ടച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 5.05. അപ്പോൾ ഈ 5.05 മുതലുള്ള വാല്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിങ്ങനെ വെക്കുമ്പം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പം അത് 2.1 ആയി, കുറഞ്ഞ് അതിപ്പോൾ നെഗറ്റീവായി, അത് കുറഞ്ഞ് -2.3 ആയി, കുറഞ്ഞ് ഇപ്പോൾ -10 ആയി. ഇപ്പോഴും ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് ഈ ലൈൻ വന്നിട്ടില്ല. അപ്പം മിനിമം എന്ന് പറയുന്നത് -10 വരെ ആയി. സ്ലൈഡറിൻ്റെ നീളം കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇവിടെ സ്റ്റക്കായത്. നമുക്ക് ഈ സ്ലൈഡർ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് മിനിമം വാല്യൂ ഒന്ന് -100 ആക്കി നോക്കാം. എൻ്റർ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഈ സ്ലൈഡർ ഫേർദർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പം കേട്ടോ -8 ആയി, -10 ആയി, -15 ആയി, -18 ആയി, -20 ആയി. ഇപ്പോഴെല്ലാം ഫീസിബിൾ റീജിയൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. -22 ഒക്കെ നമുക്ക് എടുക്കാം. ഇനി ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴും ഫീസിബിൾ റീജിയൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ ഓർക്കും ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് വന്നു എന്ന്. പക്ഷേ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫീസിബിൾ റീജിയൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ജസ്റ്റ് സ്ലൈഡർ ഒന്ന് എഡിറ്റ് ചെയ്ത് അതിൻ്റെ നീളം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമ്മുടെ ലൈൻ എപ്പോഴേലും ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് വാല്യൂസ് എല്ലാം എടുക്കാം, -90 ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോഴും ഫീസിബിൾ റീജിയൻ്റെ അകത്താണ് കിടക്കുന്നത്. അതായത് മിനിമം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, മിനിമം എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. ഇപ്പോൾ നമ്മൾ -100 എടുത്താൽ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് സ്ലൈഡർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് നമ്പർ നമുക്ക് മിനിമമായിട്ട് എടുക്കാമായിരുന്നു. കാരണം ഫീസിബിൾ റീജിയന് പുറത്തേക്ക് നമ്മുടെ ലൈൻ വന്നിട്ടില്ല. അപ്പം ഫീസിബിൾ റീജിയന് പുറത്തേക്ക് ലൈൻ എത്ര നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് പോയാലും വരത്തില്ല. അപ്പം മിനിമം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അതേസമയം മാക്സിമം എന്ന് പറയുന്നത് 5.0 മാക്സിമം maximum 5.01, 02, 03 അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 0.4, 0.5 ഒക്കെ നമുക്ക് എഴുതാം അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട്. അപ്പം ഈ 0.5 കോർണറിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഫർദർ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫീസിബിൾ റീജിയൻ വിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ 0.5 ആണ് ഇവിടുത്തെ മാക്സിമം വാല്യൂ. 0.5 കഴിഞ്ഞ് ഇങ്ങോട്ടേക്കും സ്ലൈഡറിൽ വാല്യൂസ് കാണിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ലൈൻ ഫീസിബിൾ റീജിയന് പുറത്തേക്കായി കഴിഞ്ഞു. അപ്പോൾ ലൈൻ ഫീസിബിൾ റീജിയൻ്റെ അകത്ത് നിൽക്കുമ്പോഴുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മാക്സിമം എന്ന് പറയുന്നത് 5.05 അല്ലെങ്കിൽ 5.01 എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യന് അതിൽ ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിന് മിനിമം വാല്യൂ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇവിടെ മാക്സിമം
വരുന്നത് 5. മാക്സിമം വരുന്നത് 5.05 ആണ്. 5.05 ആണ്. ഇനി ഇത് ഫേർദർ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വാല്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നമ്മുടെ ലൈൻ ഒരിക്കലും ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കുകയോ ചെയ്യണം. ഇപ്പോൾ LPPയുടെ കേസിൽ അൺബൗണ്ടഡ് കേസ് ആണെങ്കിൽ സൂം ഔട്ട് ചെയ്ത് ലൈൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക ഫീസിബിൾ റീജിയൻ വിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കഴ്സർ വെച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ലൈൻ ഫീസിബിൾ റീജിയൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് നോക്കുക. ഫീസിബിൾ റീജിയൻ്റെ അകത്ത് കിടക്കുമ്പോഴുള്ള C വാല്യൂസ് എല്ലാം നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒരു ബൗണ്ടറി ഉണ്ടോ എന്ന് നോക്കാം. ഒരു മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നോ മിനിമം, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നോ മാക്സിമം. ഇനി അങ്ങനെ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ആൻസറായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് മാക്സിമം ഉണ്ടായിരുന്നു 5.5, മിനിമം ഇല്ലായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ ഈസ് 5.01, മിനിമം വാല്യൂ ഡു നോട്ട് എക്സിസ്റ്റ്. ഇതാണ് എൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത്. ഇത് 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് 2025 ഈ ക്വസ്റ്റ്യൻ നോക്കാം. Z is equal to minus x plus 2y subject to the constraints x plus 2y greater than or equal to 8, x minus y greater than or equal to 3, x greater than or equal to 0, y greater than or equal to 0. നമ്മൾ പുതിയൊരു പേജ് എടുത്തു. കൺട്രോൾ M കൊടുക്കുക. x പ്ലസ് 2y greater than or equal to 8 and x minus y greater than or equal to 3 and x greater than or equal to 0 and y greater than or equal to 0. ഇതാണ് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. ഇതും ഒരു അൺബൗണ്ടഡ് കേസ് ആണെന്ന് നമുക്കറിയാം. അൺബൗണ്ടഡ് കേസ് ആണെങ്കിൽ ചോദ്യത്തിനകത്ത് ഇനിയും നമുക്ക് ചെയ്യാനായിട്ട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്ട് ചെയ്തു. ക്രിയേറ്റ് എ സ്ലൈഡർ C വിത്ത് മിനിമം -10, മാക്സിമം 100 ആൻഡ് ഇൻക്രിമെൻറ്റ് 1. ഇവിടെ മിനിമം -10, മാക്സിമം 100, ഇൻക്രിമെൻറ്റ് 1 ഉള്ളൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 0.01 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ലൈഡർ ടൂള് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ C മിനിമം -10, മാക്സിമം 100, ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ. ഈ സ്ലൈഡറിൻ്റെ നീളം എന്ന് പറയുന്നത് LPPക്കകത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കംഫർട്ട് അനുസരിച്ച് നമുക്ക് ആ സ്ലൈഡറിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഡ്രോ ദ ലൈൻ -x + 2y. ഇവിടെ ഫംഗ്ഷൻ -x + 2y ആയിരുന്നു. അപ്പം -x + 2y is equal to c. Now use the line to find the maximum and minimum values of the objective function if it exists. ഉണ്ടെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. -x + 2y is equal to c. -x + 2y is equal to c. ഇതാണ് നമ്മുടെ ലൈൻ. ഇനി ജസ്റ്റ് ഒന്ന് മൂവ് ടൂൾ കൊടുത്തത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുക. ഇനി ഇവിടെ സ്ലൈഡർ നമ്മളൊന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം ഇത് നമുക്ക് വാല്യൂസ് കൂടിക്കൂടി വരുന്നുണ്ട്. 7.6 ആയപ്പോൾ പുറത്തായി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫീസിബിൾ റീജിയൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ 9.8ഉം 15ഉം ഒക്കെ 22 ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്.
സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഈ 26ഉം 34ഉം ഒക്കെ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോ മാക്സിമം. കാരണം നമുക്കിത് സൂം ചെയ്യുമ്പോൾ അറിയാം ഒരിക്കലും ഫീസിബിൾ റീജിയന് പുറത്തേക്ക് ഈ ലൈൻ കടക്കുന്നില്ല. അപ്പോൾ അവിടെ കാണിക്കുന്ന സി വാല്യൂസ് ഒക്കെ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ 94 മാക്സിമം ആണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. കാരണം അപ്പുറത്തേക്കുള്ള വാല്യൂ വന്നാലും ഫീസിബിൾ റീജിയൻ്റെ അകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ലൈൻ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പം ഇതിന് മാക്സിമം ഇല്ല. ഇനി മിനിമം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് 37, 35, 21, 15, 8.7 ഈ വാല്യൂസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്ലൈഡ് തീർന്നു പോയി. അപ്പോൾ ഈ സ്ലൈഡ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, മിനിമം -100, അതിപ്പോൾ ഒരു 1000 ആയാലും കുഴപ്പമില്ല. 1000 എൻ്റർ കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ -114 -180 ഒക്കെ ആയപ്പം ഇത് പുറത്ത് പോയി എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ -219 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. അപ്പോൾ അതിലും ചെറിയ ചെറിയ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഈ ലൈൻ ഫീസിബിൾ റീജിയന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂസ് എല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനൊരു മിനിമം എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഇല്ല. നമുക്ക് നോ മിനിമം എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നോ മാക്സിമം ആണ്. സ്ലൈഡ് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ഒരു 1000ലേക്ക് കൊടുത്ത് നോക്കാം. $214, $216, $370 ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇത് ഔട്ടായി എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോഴും ഫീസിബിൾ റീജിയൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമവും ഇല്ല, മിനിമവും ഇല്ല. എന്ന് വെച്ചാൽ ഒരു മാക്സിമം എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റോപ്പ് ഇല്ല അവിടെ. മാക്സിമം എന്ന് പറഞ്ഞ് നിർത്താനായിട്ട്, മിനിമം എന്ന് പറഞ്ഞ് നിർത്താനായിട്ട് നമുക്കൊരു സ്റ്റോപ്പില്ല. എപ്പം നമ്മുടെ ഫിഗറിന് പുറത്തേക്ക് കടക്കുന്നോ അവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൺക്ലൂഷനായിട്ട് വരുന്നത് നോ മാക്സിമം ആൻഡ് നോ മിനിമം. ഇവിടെ ആൻസറായിട്ട് നോ മാക്സിമം നോ മിനിമം എന്ന് എഴുതിയാൽ മതി. ഇതാണ് LPP. ഈ LPPക്കകത്ത് ബോർഡർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണ് എങ്കിൽ 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഒരു ബൗണ്ടഡ് കേസ് ആയിരിക്കും. ബൗണ്ടഡ് കേസിൽ ഇതുപോലെ ടേബിൾ വരച്ച് ആൻസർ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് ഒരു അൺബൗണ്ടഡ് കേസ് ആയിരിക്കും. അൺബൗണ്ടഡ് കേസിൽ ഇതുപോലെ ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ നോ മാക്സിമം നോ മിനിമം ആയിരുന്നു ആൻസർ. -8 അല്ല, നോ മാക്സിമം നോ മിനിമം ആയിരുന്നു. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ മാക്സിമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ലൈനും സ്ലൈഡറും ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അൺബൗണ്ടഡ് കേസിൽ നമുക്ക് 3 കേസസ് ആണ് വരുന്നത്. ഒന്ന് മിനിമം ഇല്ല മാക്സിമം ഇല്ലാത്ത കേസ്, ഒന്ന് മിനിമം ഇല്ല മാക്സിമം ഉണ്ട് എന്നുള്ള കേസ്, പിന്നെ മിനിമം ഉണ്ട് പക്ഷെ മാക്സിമം ഇല്ല. ഈ 3 കേസസ് ആണ് LPPയിലെ ചോദ്യങ്ങളായിട്ട് അൺബൗണ്ടഡ് കേസിൽ വരാവുന്നത്.